സുപ്രഭാതത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഹൃദയം എന്ന് പറയുന്നത് ഒരു പക്ഷേ നമ്മൾ വളരെയധികം കാൽപ്പനികമായിട്ട് കാണുന്ന ഒരു അവയവമായിരുന്നു വേണമെങ്കിൽ പറയാം. അവയവം എന്ന് പറയാൻ തന്നെ നമുക്ക് വളരെയധികം പ്രയാസം തോന്നുന്ന ഒന്നാണ് ഹൃദയത്തെക്കുറിച്ച്. നമ്മുടെ ഗാനങ്ങളിലൊക്കെ ഹൃദയത്തിന് അല്ലെ പ്രത്യേക സ്ഥാനം, ഒരു ബന്ധത്തിനെ ഊട്ടിയുറപ്പിക്കുന്ന ഒരു സ്ഥാനമാണ്. തീർച്ചയായിട്ടും വളരെയധികം കാൽപ്പനികമായ പ്രണയത്തെക്കുറിച്ച് പറയുമ്പോഴും സ്നേഹത്തെക്കുറിച്ച് പറയുമ്പോഴും ആർദ്രതയെക്കുറിച്ച് പറയുമ്പോഴും എല്ലാം തന്നെ ഹൃദയം എന്ന് പറയുന്ന അതൊരു കാൽപ്പനിക ബിംബമായിട്ട് തന്നെ നിലനിൽക്കുകയായിരുന്നു. പക്ഷേ ഈ അടുത്ത കാലത്ത് ശാരീരികമായി വളരെ പ്രാധാന്യമുള്ള ഒരു അവയവമാണ് ഈ ഹൃദയമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ പുതിയ തലമുറയിൽ ഇന്ന് അത് ഒരു പേടിപ്പെടുത്തുന്ന ഒരു ബിംബമായിട്ട് മാറിയിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. ഹൃദ്രോഗം എന്ന് പറയുന്നത് നേരത്തെയൊക്കെ ഒരു മധ്യവയസ്സ് കഴിഞ്ഞ ആളുകളുടെ രോഗമായിട്ടാണ് കണക്കാക്കിയിരുന്നതെങ്കിൽ ഇപ്പോൾ 28 വയസ്സ് 26 വയസ്സൊക്കെയുള്ള ആളുകൾ ഹൃദ്രോഗവുമായിട്ട് ആശുപത്രിയിൽ പോകുന്ന ഒരു കാലമായിട്ട് മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ വൈദ്യശാഖകളിലും ഇതിനെക്കുറിച്ച് ധാരാളം പുതിയ പഠനങ്ങൾ നടത്തുകയും പ്രത്യേകിച്ച് ആധുനിക വൈദ്യശാസ്ത്രം പുതിയ ഉപകരണങ്ങൾ കണ്ടെത്തുകയും ഈ രോഗത്തെ അന്വേഷിക്കാനുള്ള പുതിയ മാർഗ്ഗങ്ങൾ കണ്ടെത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എല്ലാ വൈദ്യശാസ്ത്രവും ആ രംഗത്ത് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹോമിയോ മെഡിക്കൽ രംഗവും ഈ രംഗത്ത് കാര്യമായിട്ടുള്ള സംഭാവനകൾ നൽകി തുടങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ നേട്ടങ്ങൾ ഉണ്ടാക്കി തുടങ്ങിയിട്ടുമുണ്ട്. ആദിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോമിയോപ്പതി മെഡിസിൻസിലെ കാർഡിയോളജി വിഭാഗത്തിന്റെ മേധാവി ഡോക്ടർ VS അമ്പാടി ഇന്ന് നമ്മോടൊപ്പം സുപ്രഭാതത്തിൽ അതിഥിയായിട്ടുണ്ട്. എന്തുകൊണ്ടും അനുയോജ്യമാണ് അദ്ദേഹത്തിന് ഇന്ന് നമുക്ക് അതിഥിയായി ലഭിച്ചത്. കാരണം നാളെ ഹോമിയോപ്പതി മെഡിസിന്റെ പിതാവ് ഡോക്ടർ ഹനിമാന്റെ 253ാമത് ബർത്ത്ഡേ ആണ്. നമുക്ക് അദ്ദേഹത്തെ സുപ്രഭാതത്തിലേക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം സർ. ഇന്ന് സർവ്വസാധാരണമായി കേട്ടുവരുന്ന ഒരു രോഗമാണ് ഹൃദ്രോഗം. കുഴഞ്ഞു വീണ് മരിച്ചു, ഉറക്കത്തിൽ മരിച്ചു, ഇതെല്ലാം ഹൃദ്രോഗമാണ് എന്നാണ് കണ്ടെത്തുന്നത്. എന്താണ് ഒരു വിഭാഗം പറയുന്നു നമ്മളുടെ ലൈഫ് സ്റ്റൈൽ കൊണ്ടാണ് ഇങ്ങനത്തെ രോഗം വളരെ കോമൺ ആയിട്ട് വരുന്നതെന്ന്. സാറിന്റെ അഭിപ്രായം എന്താണ്? എന്തുകൊണ്ടാണ് ഹൃദ്രോഗം ഇങ്ങനെ അതിന്റെ റേറ്റ് കൂടി വരുന്നത്? അതിന് രണ്ട് കാരണങ്ങൾ നമുക്ക് പ്രധാനമായിട്ടും പറയാനുണ്ട്. നമ്മുടെ ജീവിതചര്യ ഒരു കാരണമാണ്, ഇന്നത്തെ ഫാസ്റ്റ് ഫുഡ് ലൈഫ് അതൊക്കെ ഒരു കാരണമാണ്. പിന്നെ രണ്ടാമതായിട്ട് ഇന്ന് കേരളത്തിലെ ജനങ്ങളുടെ ഒരു ആരോഗ്യബോധം വളരെയധികം ഉന്നതമായി വന്നിരിക്കുകയാണ്. അപ്പോൾ കൂടുതൽ ആളുകൾ ഇതുപോലെ അസുഖവുമായിട്ട് ആശുപത്രിയിൽ എത്തുന്നുണ്ട്. കൂടുതൽ പേര് ഇതിനെപ്പറ്റി ബോധവാന്മാരാണ്, അവർ പരിശോധനകൾക്ക് എത്തുന്നുണ്ട്. അപ്പോൾ സ്ഥിതിവിവര കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ നമുക്ക് കൂടുതൽ കേസുകൾ നമ്മുടെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. പണ്ട് കാലഘട്ടങ്ങളിൽ ഇത്രത്തോളം സ്ഥിതിവിവര കണക്കുകൾ നമുക്കില്ലായിരുന്നു. ഒരുപക്ഷെ ഇന്ന് ഹൃദ്രോഗം കൂടി എന്ന് പറയുന്നതിൻ്റെ ഒരു കാരണം നമ്മുടെ കൂടുതൽ ആശുപത്രി രേഖകളിൽ കൂടുതൽ കേസുകൾ കണ്ടതാകാം, അതല്ലെങ്കിൽ മൊത്തത്തിൽ ഹൃദ്രോഗം കൂടി കാണാം. എന്നാലും ഇന്നത്തെ ജീവിതചര്യ, ജനങ്ങളുടെ ജീവിതചര്യ, വ്യായാമമില്ലായ്മ, ഇതുപോലെ അമിത കാലറിയുള്ള ആഹാരങ്ങൾ കഴിക്കുക, ഇതൊക്കെ അതിന് കാരണമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഹൃദ്രോഗം എന്തു തന്നെയായാലും മൊത്തം പൊതുസമൂഹത്തിൽ ഹൃദ്രോഗത്തിന്റെ എണ്ണം ധാരാളമായിട്ട് കൂടിയിട്ടുണ്ട്. പാരമ്പര്യം ഇതിൽ ഒരു ഘടകമാണോ? പാരമ്പര്യം ഒരു ഘടകമാണ്. കാരണം ഇന്ന് ഹൃദ്രോഗം എന്ന് മാത്രമല്ല, സാധാരണ എല്ലാവിധ രോഗങ്ങളും, ഇപ്പം പെട്ടെന്ന് വരുന്ന പകർച്ചവ്യാധികളോ ഇപ്പോൾ നമ്മൾ ചിക്കൻ ഗുനിയായോ ഒന്നും ഇതിനകത്ത് കണക്ക് കൂട്ടുന്നില്ല. അല്ലാതെ ഒരു മനുഷ്യനുണ്ടാകുന്ന എല്ലാവിധ രോഗങ്ങൾക്കും ഒരു പാരമ്പര്യ ഘടകം ഉള്ളതായിട്ട് ഇന്ന് വ്യക്തമായിട്ട് നമുക്ക് പഠനങ്ങളുണ്ട്. അപ്പോൾ ഈ ഹൃദ്രോഗത്തിനും പാരമ്പര്യം തീർച്ചയായിട്ടും ഉണ്ട്. നമ്മുടെ കുടുംബത്തിലെ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ കുടുംബത്തിലെ അയാളുടെ ഏറ്റവും അടുത്ത രക്തബന്ധമുള്ള ഒരാൾ 40 വയസ്സിൽ താഴെ ഹൃദ്രോഗം വന്ന് മരിച്ചുവെങ്കിൽ വളരെ പ്രധാനമാണ് ആ റിപ്പോർട്ട്. അങ്ങനെ ഒരു സംഭവം അദ്ദേഹം പറയുന്നത്, അദ്ദേഹത്തിൻ്റെ സഹോദരനോ അമ്മാവനോ ആരെങ്കിലും 40 വയസ്സിന് താഴെ പെട്ടെന്ന് ഹൃദയാഘാതം വന്ന് മരിക്കാനിടയായി. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ആ പാരമ്പര്യ ഘടകം വളരെ പ്രധാനമാണ്. അദ്ദേഹത്തിന് എല്ലാവിധ ഹൃദ്രോഗ പരിശോധനകൾക്കും ഘട്ടം ഘട്ടമായി അതിന് പ്രത്യേക മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങൾ അനുസരിച്ച് അദ്ദേഹത്തെ പരിശോധനകൾ നടത്തണം. ഒരുപക്ഷെ ഹൃദ്രോഗ സംബന്ധമായ യാതൊരു ലക്ഷണങ്ങളും അദ്ദേഹത്തിൽ പ്രഥമ ദൃഷ്ട്യാ കാണുന്നില്ലെങ്കിലും നമ്മൾ അദ്ദേഹത്തെ വേണ്ട പരിശോധനകൾക്ക് വിധേയമാകണം. ഇപ്പോൾ ഹോമിയോപ്പതി മെഡിക്കൽ രംഗം ഇതിനെ എങ്ങനെയാണ് കാണുന്നത്? കാരണം പൊതുവേ ജനങ്ങൾക്കുള്ള ഒരു ധാരണ എന്ന് പറയുന്നത് ഹോമിയോ മരുന്ന് നല്ലതാണ്, പക്ഷേ കഴിച്ച പതുക്കെ ഫലം കാണുള്ളൂ എന്നുള്ളൊരു ധാരണയുണ്ട്. പതുക്കെ രോഗം മാറുന്നതല്ല. പക്ഷേ ഇതിൻ്റെ അല്പം ഒരു ശാസ്ത്രീയമായ വശം കൂടി ഉണ്ടെന്ന് തോന്നുന്നു. കാരണം ഹോമിയോയുടെ ഒരു അടിസ്ഥാന സിദ്ധാന്തം അങ്ങനെയാണെന്ന് തോന്നുന്നു. രോഗം കൊണ്ട് തന്നെ രോഗത്തെ ചികിത്സിക്കുക എന്ന് പറയുന്ന ഒരു വാക്സിനേഷൻ തിയറിയുടെ ഒരു ചെറിയൊരു ഇതിനകത്ത് കിടപ്പുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇതുപോലെയുള്ള ഹൃദ്രോഗം എന്ന് പറയുന്നത് പലപ്പോഴും പെട്ടെന്ന് ഉണ്ടാവുകയും ഉടനടിയായിട്ടുള്ള ഒരു പരിചരണം ആവശ്യമായി വരികയും ചെയ്യുന്ന ഒരു ശാഖയാണല്ലോ. അപ്പോൾ അവിടെ എങ്ങനെയാണ് ഹോമിയോപ്പതി ഇതിനെ സമീപിക്കുന്നത്? എങ്ങനെയാണ്? അതിൻ്റെ ആ ചോദ്യത്തിൽ തന്നെ ഒരു കാര്യമുണ്ട്. അതായത് ഹൃദ്രോഗം